ഹലോ എവരിവൺ, ഇറ്റ്സ് മീ നേഹ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഡ്വൈസാണ്. നിങ്ങൾക്ക് ഉപദേശമെന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലോ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ അത് ഒരുപാട് കാലം മനസ്സിലിട്ടിട്ട് പകരം വീട്ടാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറയാം അവർക്കത് ഉണ്ടാവണേ, അവരെന്നോട് ഇങ്ങനെ ചെയ്തതാണ്, അവർക്കത് സംഭവിക്കണേ, എന്ത് സംഭവിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരതിനെ കുറ്റം പറയുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരിങ്ങോട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അത്രയും പൊറുക്കാൻ പറ്റാത്ത മനസ്സ് ബുദ്ധിമുട്ടുന്ന വരെയുള്ള തെറ്റുകൾ, നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നിപ്പിക്കുന്ന തെറ്റുകളൊക്കെ അവരിങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് നമ്മൾ അവരോട് അതേപോലെ അവരിങ്ങോട്ട് എങ്ങനെയാണോ തെറ്റുകൾ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് അവരോട് അങ്ങനെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മളും അവർ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവെ ഇപ്പോഴത്തെ സിനിമകളിലൂടെയൊക്കെ ഞാൻ അധികം കാണുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു നായകൻ്റെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ വന്നിട്ട് ഒരു വില്ലൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ വന്ന് കൊല്ലും. സ്വാഭാവികമായിട്ട് നായകൻ അതിന് പകരം വീട്ടാൻ പോയിട്ട് വില്ലൻ്റെ എല്ലാവരെയും കൊല്ലും. ഇങ്ങനെയാണ് പൊതുവെ സിനിമകളിലൊക്കെ കാണിക്കുന്ന കാര്യം. അറ്റ് ലാസ്റ്റ് വില്ലൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് വീണ്ടും നായകൻ്റെ എല്ലാവരെയും കൊല്ലും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൊന്നൊടുക്കും. അതാണ് സത്യാവസ്ഥ. എല്ലാവരും മരിച്ചു, തെറ്റ് ചെയ്തവരും മരിച്ചു, അവരെ കൊന്നവരും മരിച്ചു, വീണ്ടും അവിടെ പോയി പകരവും വീട്ടി, എല്ലാവരും മരിച്ചു. ഇതുകൊണ്ട് എന്താണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിന്തിച്ചിരുന്നതുകൊണ്ട് ഒരു സിനിമയിൽ നടക്കുന്ന സംഭവമാണിത്. റിയൽ ലൈഫിലേക്ക് വരുമ്പോഴും കുറേ ഇൻസിഡൻസ് ഇതുപോലെ നടക്കുന്നുണ്ട്. പകരം വീട്ടുക, അവിടെ പോയിട്ട് പകരം വീട്ടുക, ഫസ്റ്റ് ചിലപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും തല്ലിയിട്ടുണ്ടാവും, പിന്നെ അവിടെ പോയി പകരം വീട്ടും, അങ്ങനെ കുറേ ആളുകളെയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുക. നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആളോട് നമ്മൾ ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കുക എന്ന് പറയുന്നത് നല്ല പണിയുള്ള കാര്യമാണ്. കേൾക്കാനും പറയാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിലും ക്ഷമിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ ഭയങ്കര പണിയുള്ളൊരു സംഭവമാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ക്ഷമിച്ച് നന്മമരം കളിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ നല്ല ക്ഷമിച്ച് ഭൂമോളം താഴ്ന്നു നിന്നിട്ട് അവരെ മറ്റുള്ളവർ കുറച്ചുകൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ നിൽക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്കുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിനൊക്കെ ഒരു ഇതുണ്ട്, ഒരളവുണ്ട്. ഒന്നും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുപോലെ തന്നെയാണ് ക്ഷമ എന്ന് പറയുന്ന സാധനം കൂടാനും പാടില്ല, കുറയാനും പാടില്ല എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മളെ താഴ്ത്തിക്കെട്ടാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്, അതൊക്കെ ഒഴിവാക്കണം. പക്ഷെ നമ്മൾ പകരം വീട്ടാതിരിക്കുക. അവർ നമ്മളോട് എങ്ങനെയാണോ പെരുമാറിയത് ആ രീതിയിൽ നമ്മൾ പെരുമാറാതിരിക്കുക. അവർ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് ആ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യാതിരിക്കുക. അതാണ് ഞാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് അതിനുള്ള മനസ്സില്ല, നിങ്ങൾക്ക് അവരോട് അതുകൊണ്ട് വിടാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒന്ന് മനസ്സിലേക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ചില ടൈമിലൊക്കെ തോന്നും അവരെ ഹാപ്പിയായിട്ട് ജീവിക്കണ്ടല്ലോ, എന്തൊക്കെ അവർ നമ്മളങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരെ ഹാപ്പിയായിട്ട് ജീവിക്കണ്ടല്ലോ എന്നൊക്കെ തോന്നും. പിന്നീട് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എത്ര ശരിയാണല്ലേ പഠിച്ചോന്, അത് അവർ ചെയ്തതിനൊക്കെ പഠിച്ചവർ തിരിച്ചു കൊടുക്കും. അതെനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ അവർ ഹാപ്പിയാണല്ലൊക്കെ തോന്നും, പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാലും അവരാ ചെയ്തതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അത് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇവിടെ തിരിച്ചു കൊടുക്കുകയും ചെയ്തില്ല, അയാൾ മരിച്ചു പോയെന്നൊക്കെ പറയും, പക്ഷെ മരിച്ചെന്നാലെങ്കിലും അയാൾക്കത് കിട്ടും. അപ്പോൾ ഒന്നും നമ്മൾ ചെയ്ത പ്രവൃത്തികളൊന്നും നമുക്ക് കിട്ടാതിരിക്കില്ല എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഈ സംഭവം ഞാൻ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ആൾക്കാരെ വെച്ചിട്ടോ. എനിക്ക് അനുഭവമുള്ളൊരു സംഭവമാണിത്. ഞാനും ഇതേപോലെ കുഞ്ഞായിട്ട് നടക്കുന്ന കുറേ കുടുംബക്കാരെ കണ്ടിട്ടുണ്ട്, കുറേ ഫാമിലിക്കാരെ കണ്ടിട്ടുണ്ട്. അവരിങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് സഹിച്ചുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് അവർക്ക് തിരിച്ചു കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലപോലെ കണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാലും നമ്മൾ ആ സാഹചര്യത്തിൽ പകരം വീട്ടാണെന്ന് നിൽക്കരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇതുണ്ട്, സ്വഭാവ രീതിയുണ്ട്. സോ അത് വിട്ട് നമ്മൾ മാറാതിരിക്കുക. മറ്റൊരാൾ ഭയങ്കര ചീപ്പായി പെരുമാറുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡില്ലേ, സോ അതിനനുസരിച്ച് പെരുമാറുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ നേഹ.